ഏതാണ്ട് 3028 കോടി രൂപയോളമുള്ള വികസന പ്രവർത്തനങ്ങൾ 10 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കിയതാണ്. ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, കാർഷിക മേഖലയിൽ, പൊതുമരാമത്ത് തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രകടമായ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. ചിറ്റൂരിലെ LDF സ്ഥാനാർത്ഥിയായ വി മുരുകദാസാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ചിറ്റൂരിനെ സംബന്ധിച്ചൊരു പൂർണ്ണമായി തലമുറ മാറ്റമാണ്. ആ തലമുറ മാറി ഈ പുതിയ തലമുറയിൽ വരുമ്പോൾ എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു പ്രതികരണം? ജനങ്ങളിവിടെ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും പ്രതികരണം എങ്ങനെയാണെന്നുള്ളത്. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ചയുണ്ടാവണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പുള്ള ഒരു 20 വർഷക്കാലം വികസന മുരടിപ്പിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ഏത് മേഖലകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും വലിയ രീതിയിലുള്ള പോരായ്മകൾ, സംസ്ഥാനത്തിന് തന്നെ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിന്നിരുന്നൊരു മണ്ഡലം. അത് മാറിയത് ഈ 10 വർഷക്കാലമാണ്. ഒരു നിയമസഭാ സാമാജികന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഈ നാട് തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്. ഏതാണ്ട് 3028 കോടി രൂപയോളമുള്ള വികസന പ്രവർത്തനങ്ങൾ 10 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കിയതാണ്. ഇവിടുത്തെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, കാർഷിക മേഖലയിൽ, പൊതുമരാമത്ത് തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രകടമായ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് കുറേ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്, കുറച്ച് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, തുടങ്ങാനിരിക്കുന്ന പ്രവർത്തികളുണ്ട്. അപ്പോൾ ഇതൊക്കെ തുടരണമെങ്കിൽ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അനുസരിച്ചിട്ടുള്ള വലിയ പ്രതികരണമാണ് നമുക്കിപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ആവേശത്തോടു കൂടിയാണ് വോട്ടർമാർ, ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകാര്യത അതാണ്. ഒരു കാർഷിക മേഖല കൂടിയാണ് ഈ നെല്ല് സംഭരണം വൈകുന്നത്, അവർക്ക് പണം കിട്ടാൻ വൈകുന്നത്, അതൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടാക്കുമോ? 2 രീതിയിലാണ്. ഇവിടെ തികച്ചും 2 മേഖലകളാണ് ചിറ്റൂർ നിയോജക മണ്ഡലത്തിന്. അതിലെ LB ലെഫ്റ്റ് ബാങ്ക് കനാലിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഈ പറഞ്ഞ നെൽകർഷകരുടെ മേഖല. സ്വാഭാവികമായും കുറേയേറെ പ്രയാസങ്ങൾ നെൽകർഷകർക്കുണ്ട്. സമയത്തിന് സംഭരണം നടന്നില്ല എന്നുള്ള കാര്യങ്ങൾ, അതൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെട്ടു. ഇവിടെ 1500ഓളം കോടി രൂപ കേന്ദ്ര സഹായം കിട്ടാത്തത് കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അതിനേക്കാളും ഇവിടെ വലിയ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ 1-ാം തീയതിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഈ മണ്ഡലത്തിലൂടെ ഇപ്പോൾ ഒന്ന് സഞ്ചരിച്ച് നോക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ 2-ാം വിള ഒരു മാർച്ച് മാസം തുടങ്ങിക്കഴിഞ്ഞാൽ 2-ാം വിള ഒന്ന് കിട്ടാൻ വെള്ളം കിട്ടാത്ത വലിയ അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ കുളങ്ങളിലും സുഭിക്ഷമായി വെള്ളമാണ്. കൃഷിയിടത്തിൽ തന്നെ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ വെള്ളം നിർത്തണം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് കർഷകരുടെ ഭാഗത്തു നിന്നാണ്. കൊയ്ത്തൊക്കെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് മനസ്സിലാക്കാനും അതിപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കർഷകരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും അവർ അതിനേക്കാളും 10 വർഷം മുമ്പ് 2-ാം വിള ആരോട് ചോദിച്ച് 2-ാം വിള കൃഷി ഇറക്കി, മൂപ്പുള്ള വിത്ത് ആരോട് ചോദിച്ചിട്ടു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ ജനപ്രതിനിധികൾ ഉന്നയിച്ചൊരു അടുത്തു നിന്നാണ് വെള്ളത്തിൻ്റെ ഒരു പ്രയാസവുമില്ലാത്ത 10 വർഷക്കാലം അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ചിറ്റൂരിൽ ഈ നിങ്ങളുടെ പാർട്ടി JDS ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചിഹ്നം ഈ കറ്റേന്തിയ സ്ത്രീ ആയിരുന്നു. അത് പൂർണ്ണമായും മാറി നിങ്ങളുടെ പാർട്ടി തന്നെ മാറി. അത് ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ചിഹ്നവുമായി ബന്ധപ്പെട്ടുണ്ടോ? ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ചിഹ്നം ഇപ്പം നമുക്ക് പഠിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിലാണ്, ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാരാണ് ഇവിടെ വരേണ്ടത് എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായും ഇടതുപക്ഷത്തിൻ്റെ സംഘടനാ സംവിധാനം എല്ലാ സ്ഥലത്തും ബൂത്ത് തലങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘടനാ സംവിധാനം ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ചിഹ്നമാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ ചിഹ്നം പഠിപ്പിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ മെഷീനറി സംഘടനാ സംവിധാനമുള്ളത് കൊണ്ട് വലിയ പ്രയാസകരമൊന്നുമല്ല. അതൊക്കെ ഇപ്പോൾ ചിഹ്നമൊക്കെ എല്ലാവരും, നമ്മുടെ ചിഹ്നം എന്താ? മോതിരം. മനസ്സിലായില്ലേ? വയസ്സായ അമ്മമാർ മുതൽ എല്ലാ ആളുകൾക്കും ആ ചിഹ്നത്തെക്കുറിച്ചൊക്കെ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അവർ കൃത്യമായി നയങ്ങൾ തിരിച്ചറിയുന്നു, വികസനം ആഗ്രഹിക്കുന്നു, തുടർഭരണം ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ ഒരു തുടർച്ച ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ചിഹ്നമൊക്കെ അവർ തന്നെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് നിലവിലുണ്ട്. ഈ മറ്റ് മണ്ഡലങ്ങളിലൂടെ പോകുമ്പോൾ ഇവിടെ കാണുന്ന ഒരു വ്യത്യാസം LDFൻ്റെ ആണെങ്കിലും UDFൻ്റെ ആണ്. ഇപ്പോൾ UDFൻ്റെ ആണെങ്കിൽ സ്ഥാനാർത്ഥിക്കൊപ്പം K അച്യുതൻ്റെ ഫോട്ടോ, ഇവിടെ ആണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയ്ക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഉണ്ട്, K കൃഷ്ണൻകുട്ടീൻ്റെ ഉണ്ട്. അപ്പോൾ ഈ പഴയ 2 വലിയ ചിറ്റൂരിൻ്റെ 2 ഏട്ടന്മാർ അവർ കൂടി സ്ഥാനാർത്ഥികളല്ലെങ്കിൽ കൂടി ഈ പ്രചരണത്തിൽ അവരുടെ ഒരു സാന്നിധ്യം സജീവമായി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും അവർ
ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻകുട്ടിയേട്ടൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറി എന്നേ ഉള്ളൂ. കൃഷ്ണൻകുട്ടിയേട്ടൻ ഇന്നും സംസ്ഥാന LDFിലെ ഒരു പ്രധാന വ്യക്തിയാണ്. ഇടതുപക്ഷ മുന്നണിയിൽ യോഗത്തിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നയരൂപീകരണം നടത്തുന്നതിൽ പങ്കുവഹിക്കുന്ന ഒരു പ്രധാന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലൊരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ മാത്രമല്ല നിലവിലുള്ള MLAയും മന്ത്രിയുമാണ്. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പകരക്കാരായി ഒരാളെ നിർത്തുമ്പോൾ ആ മത്സരത്തിൻ്റെ പൂർണ്ണമായ ചുമതല ഇടതുപക്ഷത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നല്ല നിലയിൽ തന്നെയാണ് അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോകുന്നത്. അതിൽ വ്യത്യാസമൊന്നുമില്ല. ആ ആളുകളുടെ സ്വാധീനം സ്വാഭാവികമായും നേതാക്കന്മാർ എന്നുള്ള നിലയിലാണ്. 65 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ. അത് 40 വർഷത്തോളമായി ഈ നിയോജകമണ്ഡലത്തിൻ്റെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. സ്വാധീനം അദ്ദേഹം നയിക്കുന്ന അതിൻ്റെ പാതയിലൂടെ തന്നെ ഞങ്ങൾ സഞ്ചരിക്കുന്നു. എന്തായാലും ഇത്തവണ വാശിയേറിയ പോരാട്ടം ചിറ്റൂരിൽ നടക്കുകയാണ്. ഈ ഗ്രാമീണ മേഖലയിലൂടെയാണ് മുരുകദാസിന്റെ പ്രചരണം നീങ്ങുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.